ഹൗസ് വീട്ടിലെത്തിയിരിക്കുന്നത് സിജോയുടെ, അഭിഷേകിന്റെ, നോറയുടെ ഫാമിലിയാണ്. അവിടെ നോറയും സിജോയും നന്നായിട്ട് ഫാമിലി വന്നപ്പോഴും അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാമിലി വന്ന് ഫാമിലിയുടെ അടുത്ത് സംസാരിക്കുന്നത് പുറത്ത് ഔട്ട് പോവും എന്നറിയാവുന്നവർ അത് വളരെ വ്യക്തമായി ഫാമിലിയുടെ അടുത്ത് അവിടെ ഇരുന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട്, അപ്പം പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ രണ്ടുപേരും അവിടെ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് അഭിഷേകിന്റെ കാര്യത്തിലായിരുന്നു. അഭിഷേകിന്റെ അടുത്ത് ഗെയിം കളിച്ചത് ശരിക്കും അഭിഷേകിന്റെ അച്ഛനും സിസ്റ്ററാണ്. അഭിഷേകിന്റെ വന്നിട്ടുള്ളത് അച്ഛനും സിസ്റ്ററാണ്. അവർ രണ്ടുപേരും ഇരുത്തി അഭിഷേകിനെ നന്നായിട്ടൊന്ന് ഉപദേശിച്ചു വിട്ടിട്ടുണ്ട്. അഭിഷേക് മോനെ, ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് അച്ഛൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. നീ എന്താ കാര്യങ്ങളിലൊന്നും ഇടപെടാത്തത് എന്നാണ് അച്ഛന്റെ ചോദ്യം. നീ ഒരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല, നീ ഇങ്ങനെ ടാസ്ക് മാത്രം ചെയ്താൽ മതിയോ എന്നുള്ളതാണ് അച്ഛൻ ചോദിച്ചത്. അപ്പോൾ അവിടെ അഭിഷേക് പറയുന്നുണ്ട്, എനിക്ക് ഈ വള്ളി പിടിച്ച കേസുകളിലൊന്നും ഇടപെടാനായിട്ട് താല്പര്യമില്ല, അതുകൊണ്ടാണ് എന്ന്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, എന്ത് വള്ളിയാണെന്നുണ്ടെങ്കിലും കയറി പിടിച്ചേക്കണം, ഇനി ആകെ ഒരു മാസമേ ഉള്ളൂ, ആ വള്ളികളിലെല്ലാം കയറി പിടിച്ചാലേ കാര്യം നേടാൻ സാധിക്കുള്ളൂ എന്ന് സിസ്റ്റർ കറക്റ്റായിട്ട് അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവിടെ അച്ഛൻ എല്ലാത്തിനും നല്ല സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. നീ എന്താ ഇട്ട ഡ്രസ്സുകൾ തന്നെ ഇടുന്നത്? ഇപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന നിന്റെ എല്ലാ ഡ്രസ്സുകളും മടക്കി സ്റ്റോർ റൂമിലേക്ക് വെച്ചേക്കണം, ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സുകൾ വേണം ഇനി ഇടാനായിട്ട്. പിന്നെ നീ നന്നായിട്ട് ക്ഷീണിച്ചു, ഫുഡ് കഴിക്കണം, നീ എന്താ ചോറ് കഴിക്കാത്തത്? അച്ഛൻ ചോദിക്കാത്ത കാര്യങ്ങളില്ല, അതും അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ നീ ഫുഡ് കഴിക്കാത്തത്, ചോറ് കഴിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോട്ടീൻ പൗഡർ അടക്കം കൊണ്ടു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അഭിഷേകിന്. അത്രയും ഇതിലാണ് അച്ഛൻ അവിടെ വന്നിരിക്കുന്നത്. അത് മോൻ അവിടെ 100 ദിവസം നിൽക്കണം, കപ്പെടുക്കണം എന്നുള്ള രീതിയിൽ അച്ഛൻ അതിന് വേണ്ട ഉപദേശങ്ങളും സിസ്റ്ററും അവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്. പിന്നെ ഋഷിയായിട്ടുള്ള കോംബോ നിങ്ങളുടെ നല്ലതാണ്, ആ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, അത് കണ്ടിന്യൂ ചെയ്തോളാനാണ് അനിയത്തി അവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്തായാലും അഭിഷേകിന് മനസ്സിലായിട്ടുണ്ട്, പുറത്തെ കാര്യങ്ങളുടെ ഏകദേശ രൂപം അഭിഷേകിന് കിട്ടിയിട്ടുണ്ട്. പുറത്ത് ഭയങ്കര പോസിറ്റീവാണ്, ഇനി എനിക്ക് കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്തണം എന്നുള്ളത് കൃത്യമായിട്ട് അഭിഷേകിന് മനസ്സിലായിട്ടുണ്ട്. അതിനുവേണ്ട ക്ലൂകളെല്ലാം തന്നെ അച്ഛനും സിസ്റ്ററും അഭിഷേകിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്.